ഓ തുളസിയുടെ മാനസം, ഒരു തീർത്ഥയാത്ര, ഭാഗം 16. സച്ചിദാനന്ദ സ്വരൂപരെ സവിനയ നമസ്കാരം. ഇന്ന് നമ്മുടെ മനന വിഷയം സുന്ദരകാന്ഡം അവസാന ഭാഗമാണ്. പ്രണയാഭിരാമനൊപ്പം യാത്ര തുടരാം. ഒരു ധ്യാന ശ്ലോകം ശ്രദ്ധിച്ചാലും. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ പതയേ നമഃ. ശാന്തി ശാന്തി ശാന്തി. ബാലസുഗ്രീവനും രാവണവിഭീഷണനും സഹോദരങ്ങളെങ്കിലും സ്വാർത്ഥവും അതിമോഹവും അവരെ ശത്രുക്കളാക്കി. ദശരഥനന്ദനന്മാരുടെ പരസ്പര സ്നേഹസേവനഭാവവും ജാതി വർഗ ചിന്തയ്ക്കതീതമായ സൗഹൃദ ബന്ധവും മാനവ ഐക്യത്തിൻ്റെയും വിശ്വമൈത്രിയുടെയും സന്ദേശം ലോകാന്തരങ്ങളിലെങ്ങും ഭാരതം എത്തിച്ചു കൊടുത്തു. നമ്മുടെ രാഷ്ട്രം മനുഷ്യവർഗത്തിൻ്റെ മാത്രമല്ല, ദൈവീകതയുടെയും അത്ഭുത പ്രതിഭാസമാണ്. ദൃശ്യമാക്കുന്ന എത്രയെത്ര പുണ്യമുഹൂർത്തങ്ങൾക്കാണ് വേദി ഒരുക്കിയിരിക്കുന്നത് ഭാരതം. പാദുക പൂജയിലൂടെ ഭരതനും പാദസേവനത്തിലൂടെ ലക്ഷ്മണനും പതിവ്രത ധർമ്മത്തിലൂടെ സീതയും ഭാരതീയ സംസ്കാരത്തിന് അമരത്വം നൽകി. രാവണ സഹോദരനായ വിഭീഷണനും വായുപുത്രനായ ഹനുമാനും ധാർമ്മിക ആചരണത്തിൻ്റെയും ആത്മാർത്ഥ നിസ്വാർത്ഥ സേവനങ്ങളുടെയും ആ പൗരാണിക യുഗത്തിൽ വൈവിധ്യത്തിൽ ഐക്യത്തിൻ്റെ സന്ദേശവാഹകരായി വർത്തിച്ചു. ആധുനിക യുഗത്തിൽ പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ഭൗതിക സംസ്കാരത്തിന് ദിവ്യത്വമാകുന്ന ഏകലോക ഭാവനയുടെ സന്ദേശം ആത്മീയാചാര്യനായ സ്വാമി വിവേകാനന്ദൻ പ്രദാനം ചെയ്തു. പ്രായോഗിക കർമ്മ പരിപാടികളിലൂടെ ഭാരതത്തെ ഉണർത്തി, പ്രവർത്തിപ്പിച്ചു, പ്രയത്നിച്ചു. ആ മഹാത്മാവ് സ്നേഹശക്തിയുടെ മഹത്വം ഉദ്ഘോഷിച്ചു. മനുഷ്യൻ്റെ അതുല്യ ചേതനതയെ മറ്റുള്ളവർക്കായി സമർപ്പിക്കുവാനും പ്രേരിപ്പിച്ചു. ഭവ്യമായ രാമദർശനമാണ് സ്വാമി വിവേകാനന്ദനെയും ഗാന്ധിജിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ദാർശനികമായി ഉയർത്തിയത്, വളർത്തിയത്. വിഭീഷണൻ ശ്രീരാമചന്ദ്ര സൗഹൃദത്തിൽ
സമാധാനമായി കഴിയുന്നു എന്ന് രാവണൻ അറിഞ്ഞിട്ട് അസ്വസ്ഥനാകുന്നു. പൂജാതി കർമ്മങ്ങളിലും ഏകാഗ്രത നഷ്ടപ്പെട്ടു രാവണന്. ശുകസാരണന്മാരെ രാമമാനസത്തെയും സൈനിക ശക്തിയെയും പറ്റി അറിഞ്ഞ് മടങ്ങി വരുന്നതിന് ചാരന്മാരായിട്ടയക്കുന്നു. ചാരന്മാരുടെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ വാനരന്മാർ അവരെ മർദ്ദിച്ചവശരാക്കി ബന്ധിച്ചു രാമസന്നിധിയിലെത്തിച്ചു. വേദന കൊണ്ട് പിടയുന്ന ആ ചാരന്മാർക്ക് രാമചന്ദ്രന്റെ സ്നേഹമസൃണമായ പെരുമാറ്റവും ദയാർദ്രമായ വാക്കുകളും സിദ്ധൌഷധമായി. സുഗ്രീവ, നള, നീലാദി വാനരശ്രേഷ്ഠന്മാരുടെ പിൻബലവും ഹനുമാന്റെ ദിവ്യശക്തിയും ജാംബവാന്റെ നേതൃത്വവും രാമവിഭീഷണ മൈത്രിയും സർവോപരി രാമന്റെ ദിവ്യ ചൈതന്യവും ഇവയെല്ലാം ചാരന്മാരെ വശീകരിച്ചു. അവർ രാമഭക്തരായിട്ട് മാറുന്നു. സീതാമോചനം ധർമ്മമാണ്. രാജ്യരക്ഷയ്ക്കും രാജാവിനും പരസ്ത്രീ അപഹരണം മംഗളകരമല്ല എന്ന് സൂചിപ്പിച്ചു. ലക്ഷ്മണൻ നൽകിയ ഒരു സന്ദേശപത്രികയുമായി ചാരന്മാർ രാവണനെ സമീപിച്ചു. ശുകന്റെ മനപരിവർത്തനം രാവണനെ കോപിഷ്ഠനാക്കി, നിരാശനാക്കി. ലങ്കേശൻ ശുകനെ പുറത്താക്കി. ശുകൻ വീണ്ടും രാമസന്നിധിയിലെത്തി വണങ്ങി ശരണം തേടി. ശുകൻ തൻ്റെ പൂർവകഥയും അറിയിച്ചു. പൂർവജന്മത്തിൽ ജ്ഞാനിയായ ബ്രാഹ്മണനായിരുന്നു. രാവണ മാതുരനായ വജ്രദംഷ്ടന്റെ സതി അഗസ്ത്യ മഹർഷിക്ക് മാംസം കൊണ്ട് സത്കരിക്കാൻ ശ്രമിച്ചു. ആ പാപത്തിന് മാംസഭുക്കായി പുനർജനിച്ചു. രാക്ഷസനായി, രാവണദൂതനായി. രാമദർശനം ലഭിച്ചതിനാൽ ശാപമോക്ഷം ലഭിച്ചു. ശുകൻ ബ്രാഹ്മണനായി. അഗസ്ത്യ ശാപത്തിൽ നിന്നും മുക്തനാകുകയും ചെയ്തു. സാരണനും സീതാദേവിയെ ഉടൻ തിരിച്ച് ഏൽപ്പിക്കുക രാമന് എന്ന് നിർദ്ദേശിച്ചു. രാമൻ മാത്രമേ രക്ഷകനായിട്ടുള്ളൂ. ഇത് കേട്ട് ക്രുദ്ധനായ രാവണൻ സാരണനെയും പുറത്താക്കി. അയാളും രാമൻ ഭക്തനായിട്ട് മാറുന്നു, ഉപാസകനായിട്ട്. ഇതെല്ലാം രാവണനെ തളർത്തി. എങ്കിലും കാമാന്ധനായ രാവണന്റെ സീതാമോഹം അനിയന്ത്രിതമായി തുടരുകയാണ് ചെയ്തത്. ശ്രീരാമദേവൻ വ്രതാനുഷ്ഠാനത്തോടെ വരുണോപാസന നടത്തി. 3-ാം ദിവസം വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു.
സർവവിധ സഹായവും വാഗ്ദാനം ചെയ്തു. വിശിഷ്ട സിദ്ധികൾ പ്രദാനം ചെയ്തു. സേതുബന്ധനം നടത്തുവാൻ നടനീതന്മാർക്ക് ആജ്ഞയും കൊടുത്തു. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.